ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് ഒരു നാടൻ ഒഴിച്ചു കറിയാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണിത്. ശരിക്കും പറഞ്ഞാൽ 2 മിനിറ്റ് മതി നമുക്ക് ഈ കറി റെഡിയാക്കണമെങ്കിൽ. നമ്മൾ വെജിറ്റബിൾസോ അങ്ങനെ ഒന്നും നമ്മൾ ഈ കറിക്ക് ആഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇതൊരു കൊല്ലം സ്പെഷ്യൽ നാടൻ ഒഴിച്ചു കറിയാണ്. കൊല്ലത്തുകാരാണ് ഉപയോഗിച്ച് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത്. പച്ചപ്പുളി, തേങ്ങാപ്പുളി അങ്ങനെ പല പേരിലാണ് ഈ കറി അറിയപ്പെടുന്നത്. അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഈ നാടൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഒരു 1.5 കപ്പ് തേങ്ങയാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ഒരു മീഡിയം സൈസിലുള്ള വാളംപുളിയും പിന്നെ 4 ചെറിയ ഉള്ളിയും കൂടെ നന്നായിട്ട് അരച്ചെടുക്കണം. നല്ലതായിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പൊ നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തതാണിത്. നമുക്ക് ഇത്തിരി തിക്കായിട്ടാണ് കിട്ടിയത്, അതുകൊണ്ട് ഇത്തിരി വെള്ളവും കൂടെ ആഡ് ചെയ്ത് ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാക്കണം. ഒരുപാട് ലൂസ് ആക്കണ്ട, ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ ഈ അരപ്പാക്കണം. ഇനി നമുക്ക് അത് വറക്കാം. അതിനായി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കടുകും മുളകും കൂടെ ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയ ഉള്ളിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എത്രത്തോളം ചെറിയ ഉള്ളി ആഡ് ചെയ്യുന്നു അത്രത്തോളം ഈ പുളിക്ക് ടേസ്റ്റ് കൂടും. പിന്നെ നമ്മൾ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് ആ അരപ്പ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം, അരപ്പ് അധികം ബോയിൽ ചെയ്യാൻ പാടില്ല. ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ടേസ്റ്റ് ഭയങ്കര വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് ജസ്റ്റ് ബബിൾസ് വരുമ്പം തന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം. ഞാൻ ഇച്ചിരി ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് അധികം ബോയിൽ ആവാൻ പാടില്ല. ചെറിയ ബബിൾസ് പോലെ വരുമ്പോൾ തന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം. ഇവിടെ ചെറിയ ബബിൾസ് ആയിട്ട് തുടങ്ങി, അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. അപ്പം നമ്മുടെ നാടൻ പുളിക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു കറിയാണ് ഈ തേങ്ങാപ്പുളി. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.